ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2138. ഇന്ന് നവംബർ മാസം 7-ാം തീയതി. ഈ ആണ്ടിലെ 311-ാമത്തെ ദിവസത്തിലെത്തി. ക്രിസ്തുയേശുവിനോട് അന്നത്തെ സമൂഹത്തിലെ പലർക്കും എതിർപ്പും വിരോധവും ഉണ്ടായിരുന്നു. കുറച്ചൊരു വൈരാഗ്യമുണ്ടായിരുന്നു. എന്തായിരുന്നു അതിൻ്റെ കാരണം? ജീവിതത്തെ തിരുത്തണമെന്ന്, ജീവിതത്തിൻ്റെ മൂല്യത്തെ തിരിച്ചറിയണമെന്ന്, ഇടർച്ചകളൊക്കെ ഒന്ന് തിരുത്തി ചൊവ്വാവണമെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. അത് ഒരു സമൂഹത്തിന് പൊതുവായിട്ടും അല്ലാതെ വ്യക്തിപരമായിട്ടും. മേലിൽ പാപം ചെയ്യരുത്, പൊക്കോളാനൊക്കെ ആ സ്ത്രീയോട് പറഞ്ഞ സന്ദർഭം ഓർത്താൽ മതി. അവളെ വെറുതെ വിട്ടു എന്നതല്ല, മറിച്ച് തക്കതായ ഒരു താക്കീത് കൊടുത്തു, ഉപദേശം കൊടുത്തു, നിർദ്ദേശം കൊടുത്തു എന്നതൊക്കെയാണ് ക്രിസ്തുയേശുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും മഹത്വവുമൊക്കെ. വളരെ വലിയ വൈരാഗ്യം ക്രിസ്തുയേശു സമ്പാദിച്ചെങ്കിൽ, മനുഷ്യരുടെ വിരോധം നേടിയെങ്കിലും, അത് അവരവരുടെ ശരിയെന്ന് തോന്നുന്ന ജീവിതത്തെ ക്രിസ്തുയേശു തുറന്നു കാട്ടിയതുകൊണ്ടാണ്. നമുക്കും അതൊക്കെ ചെയ്യാവുന്നതാണ്. ക്രിസ്തുയേശു എപ്രകാരം ഒരു നല്ല മാതൃക പകർന്നു നൽകിയോ ആ വഴികളിലൂടെ. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമ്മളിങ്ങനെ മനുഷ്യരുടെ കുറവുകളെയും പോരായ്മകളെയും കണ്ടെത്താനായിട്ട് വലിയ ഉത്സാഹം കാട്ടുന്നവരാണ്. അതെന്തിനാന്ന് ചോദിച്ചാൽ, അവരെ അങ്ങേയറ്റം അപമാനിക്കാനായിട്ട്, അവരെ അങ്ങേയറ്റം തകർത്ത് കളയാനായിട്ട്. എന്നാൽ ഒരാളുടെ ജീവിതത്തിലേക്ക് അയാൾ പോലും അറിയാതെ, അല്ലെങ്കിൽ അയാൾ അറിഞ്ഞുകൊണ്ട് തന്നെ കൊണ്ടു നടക്കുന്ന നിഗൂഢതകളെ തിരിച്ചറിഞ്ഞാൽ, വേണ്ട വിധത്തിൽ ഏറ്റവും സ്വകാര്യതയിൽ എന്തുകൊണ്ടാണ് ഒന്ന് ഇടപെടാത്തത്? അവിടെയാണ് ക്രിസ്തുയേശു പറഞ്ഞ, പഠിപ്പിച്ച, മാതൃകയാക്കി തന്ന പലതും നമ്മൾ ഇതുവരെയും മനസ്സിലാക്കാതെ പോയത്. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 15 എത്തുമ്പോൾ പറയുന്നുണ്ട്, തിരുത്തണം, തിരുത്തി കൊടുക്കണം. നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ തിരുത്തണമെന്ന് തന്നെ പറയുന്നുണ്ട്. പക്ഷെ അതെങ്ങനെയാണ്? അത് സോഷ്യൽ മീഡിയയിലൂടെയല്ല, അതൊരു കൂട്ട ആക്രമണത്തിലൂടെയല്ല. പിന്നെ എങ്ങനെയാണ്? നീയും അവനും മാത്രമായിരിക്കുമ്പോൾ ചെന്ന് ആ തെറ്റവന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അവനത് ബോധ്യപ്പെട്ടാൽ അവൻ രക്ഷപ്പെടുമല്ലോ. അല്ലെങ്കിൽ അവനെ വിധിക്ക് വിട്ടുകൊടുക്കുക. പറഞ്ഞു വരുന്നത്, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? ഒരിക്കലും അവനവന്റെ കുറവുകളോ പോരായ്മകളോ കണ്ടെത്താനായിട്ട് സാധിക്കാത്ത ഏതോ അന്ധതയിൽ, എന്നാലോ നല്ല വെളിച്ചത്തിൽ അവരന്റെ എല്ലാ കുറവുകളും പോരായ്മകളും വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മൾ കണ്ടെത്തുന്നുണ്ട്, നന്നായിട്ട് പ്രചരിപ്പിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ എനിക്കും ക്രിസ്തുയേശുവിനും തമ്മിൽ എന്തുമാത്രം അകലവും ദൂരവും ഉണ്ടാവും. അതൊന്ന് ധ്യാനിച്ചറിയണ്ടേ? പ്രാർത്ഥനയോടുകൂടി. ആമേൻ.